എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയ കാല നാടൻ പലഹാരമാണ്. നമ്മുടെ അമ്മമാർ പണ്ടുണ്ടാക്കി തന്നിരുന്ന ചക്കപ്പൊരി വീഡിയോ ആണ്. നല്ല സ്വാദാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പവുമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചക്കപ്പൊരി തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പവുമാണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചക്കപ്പൊരി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 20 ചക്കച്ചുള ഞാനിവിടെ ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ചക്ക ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തിട്ടുള്ള ചക്ക നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ചക്ക പൾപ്പിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. 1 കപ്പ് അളവില് ഗോതമ്പ് പൊടി ചേർക്കാം. 1/4 കപ്പ് അളവില് റവ കൂടെ ചേർക്കാം. 3/4 കപ്പ് അളവില് ശർക്കര പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് കൂടെ ചേർക്കാം. ഇനി 1 സ്പൂൺ അളവില് ഏലക്കയും ചുക്കും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ കുഴച്ച് വെക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോവാണെങ്കിൽ കുറച്ചുകൂടെ പൊടി ചേർക്കാം. നമ്മളിതിലേക്ക് റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് നമുക്ക് ഈ പൊടി കിട്ടും. അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് അല്പം ലൂസായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. നമുക്കിതിലേക്ക് 1/2 കപ്പോളം ഗോതമ്പ് പൊടി കൂടെ ചേർക്കാം. അതിനുശേഷം കൈകൊണ്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേര കൊത്ത് ചേർക്കാം. 1/2 കപ്പ് അളവില് ഗോതമ്പ് പൊടി കൂടെ ചേർക്കാം. ഇനി കൈകൊണ്ടാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. നല്ല പോലെ തന്നെ കൈകൊണ്ട് മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മളിവിടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. അല്പം ലൂസായിട്ടാണ് ഈ ഒരു സമയത്ത് ഇരിക്കുന്നത്. ലിസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല പോലെ മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുത്ത പൊടിയിലേക്ക് 1 ടീസ്പൂൺ അളവില് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ ഒന്നും ആവശ്യമില്ല, എങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവില് നെയ്യ് ചേർക്കാം. നെയ്യും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് പൊങ്ങി വരാനായിട്ട്, മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് 2-3 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അനക്കാതെ തന്നെ മൂടി വെച്ച് കൊടുക്കാം. നിങ്ങളിപ്പോൾ വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ പൊടി കുഴച്ച് വെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയ പലഹാര ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി തന്നെ മാവ് കുഴച്ച് വെച്ചാൽ രാവിലെ നമുക്ക് പൊരിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പൊടിയുടെ പാകം നോക്കണം. നമുക്ക് ഈ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കണം. ഇതുപോലെ നമ്മൾ ഉരുട്ടി നോക്കുമ്പോൾ ഒന്ന് ഉരുണ്ട് കിട്ടുന്ന പാകത്തിലേക്ക് ആക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അയവിനാണ് നമുക്ക് പൊടി കുഴച്ചെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ പൊടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ചക്കപ്പൊരിയുടെ മാവ് ഇവിടെ കൂട്ടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് ഇതുപോലെ ഫ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മുടെ കൈ ഒന്ന് നനച്ച് ഇതുപോലെ ഒന്ന് നെക്കി നോക്കിയാൽ അതാ താഴെ ഭാഗത്തേക്ക് കുഴിഞ്ഞു പോകുന്ന രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഇനി ചക്ക പൊരിച്ചെടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ കൈ ഒന്ന് നനച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു അരികു ഭാഗത്ത് നിന്ന് തന്നെ ഇതുപോലെ കുറേശ്ശെ മാവെടുക്കാം. കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. ഇതേപോലെ ബോളാക്കി എടുക്കണം. ബോളാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യ ബോൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യ ബോള് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ താഴെ ഭാഗം പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യ ബോള് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതും നമുക്ക് എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കും. എല്ലാം കൂടി ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്നിലൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പം അതുകൊണ്ട് ഒന്ന് മറിച്ചിട്ടതിന് ശേഷമായിരിക്കണം അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ബോള് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരെണ്ണം കൂടെ നമുക്ക് എണ്ണയിലേക്ക് പൊരിക്കാൻ കൊടുക്കാം. 3 ചക്കപ്പൊരി ഞാനിവിടെ പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ നമ്മൾ പൊരിക്കാനിട്ടതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി മൂന്നും ഒന്ന് നല്ലപോലെ ഫ്രൈ ആയി വരട്ടെ. എണ്ണയിലേക്ക് നമ്മൾ പൊരിക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്താണ് നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് ഉൾഭാഗം വേവാതെ പോകും. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് റവയെല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് അധികമൊന്നും എണ്ണ കുടിക്കില്ല. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കളർ കണ്ടല്ലോ, അതേപോലെ ഒരു കളറിലേക്ക് മാറി വരണം. അതുവരെയും നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ മുരിയിച്ചെടുക്കാം. റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചക്കപ്പൊരി ഇതുപോലെ ഒന്ന് പൊട്ടി വരും കേട്ടാ. പൊട്ടി വരണം, അതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമ്മുടെ ചക്കപ്പൊരി ഇവിടെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. വീർത്ത് പൊട്ടിയ പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്നുകൂടെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിലേക്ക് കുടിച്ചിട്ടുള്ള എണ്ണ മുഴുവനും തന്നെ വിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ചക്കപ്പൊരി ഇവിടെ ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അല്പ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് നമുക്ക് മുരിയിക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കൈവശം ചക്ക ഇല്ലെങ്കിൽ എടുത്തു പോയിട്ടുള്ള ഏത്തപ്പഴം വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ടാമതും ഞാനിവിടെ എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതല്പം ചെറുതാക്കിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനൊരു 5 എണ്ണം എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ചക്കപ്പൊരി ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ ഈ ഒരു ചക്ക സീസണിൽ തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. ഇതും ഒരു പഴയ കാല നാടൻ പലഹാരമാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീടുകളിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ചക്കപ്പൊരിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.